ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അൻസാർ. ഞാനിപ്പോൾ നേപ്പാളിലാട്ടോ ഉള്ളത്. നേപ്പാളിൽ ഇന്നലെ വന്ന് അവിടെ ടെൻ്റൊക്കെ അടിച്ച് ഒരു പാടത്തിൻ്റെ സൈഡിൽ ടെൻ്റൊക്കെ അടിച്ച് കടന്ന്. ഇപ്പോൾ ടൈം ഇതാ രാവിലെ 5:30 ആയിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ വന്നതിൻ്റെയും ഇന്നലെ അവിടെ നിന്ന് വന്നതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും പോയി കണ്ടിട്ട് പോയോ. അപ്പോഴേക്ക് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ സിലിഗുരിയിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നേപ്പാളിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ആളുടെ ബ്രോയുടെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആണ് നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നത്. അതായത് കുറച്ച് ദിവസമായിട്ട് ഫോണിൻ്റെ കുറച്ച് പ്രോബ്ലം, അതായത് സിക്കിമിലുണ്ടായ കുറച്ച് മോശപ്പെട്ട അനുഭവം കാരണം ഫോൺ ബ്രോക്കായി. അവിടെ നിന്ന് കുറച്ചധികം പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മൊത്തത്തിൽ ടോട്ടലി ഓവർകം ചെയ്ത് ഇപ്പോൾ അത് ആളുടെ വീട്ടിലായിരുന്നു ഞാൻ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. സ്റ്റേ ആളുടെ കാഴ്ച ആളുടെ വീട്ടിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളിപ്പോൾ മൊബൈൽ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി തന്ന് ഇപ്പോൾ ട്രാവൽ ബാക്കി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നിപ്പോൾ നേരെ നേപ്പാളിലോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്തായാലും നേപ്പാൾ സൈഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആളെന്തായാലും നമ്മളിവിടെ മെയിൻ റോഡ് വരെ ഉണ്ടാവും. ഗൈസ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഒരു ഹെൽത്തിന് എന്തായാലും നന്ദി പറഞ്ഞിട്ട് കാര്യം, എന്തായാലും വീണ്ടും കാണാമെന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ മേലെ കേട്ടോ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്ന, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് കാർഗിൽ വാറിൽ പങ്കെടുത്ത സന്തോഷ് സാറ്. അപ്പോൾ ആളുടെ വീട് ഇതിൻ്റെ മേലെയാണ്. അപ്പോൾ ആളിനതപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ആളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ഇപ്പോൾ എന്തായാലും എന്താ മെയിൻ റോഡിലോട്ട് പോകണം. ഇവിടെ ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട്. ഇപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഏത് റൂട്ടാണ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കി നോക്കണം. ഏകദേശം നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടോ. ഇപ്പോൾ ആളുടെ സിസ്റ്ററിനെ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ അവിടെ നിന്ന് ആളോടും കൂടി യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങോട്ടെ. നമ്മൾ ഇപ്പോൾ തന്നെ രാവിലെ തന്നെ നല്ല രീതിക്ക് റഷ് വന്നിട്ടുണ്ട്. ഇവിടെ ചുറ്റി ഫുള്ള് റഷായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് വെയിലും അടിക്കുന്നുണ്ട്. അവളുടെ ആളുടെ സിസ്റ്ററിൻ്റെ കടയാണ്, അവിടെ വെജിറ്റബിൾ കടയാണ്. ദീദി, ഐ എം ഗോയിങ് നേപ്പാൾ से विल मीट यू सून. धन्यवाद. Yeah, definitely. I am coming. 2 दिन बाद में मैं इधर आएगा. നമുക്കിനി ഈ സൈഡിലോട്ട് ഇനി 34 കിലോമീറ്റർ കൂടി പോയാൽ നമ്മുടെ ഇന്ത്യൻ്റെ നേപ്പാളിൻ്റെയും ബോർഡർ വരത്തുള്ളൂ. അവിടെ പോയിട്ട് ഇനി അവിടെ നിന്ന് ബോർഡർ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ मैं फिर आएगा. ഓക്കെ, ധന്യവാദ്. വളരെ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതാണ്. നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. രാവിലെ നമ്മൾ ഒരുപാട് യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഒന്നുകൂടെ പിന്നെ അവർ വർക്കിന് വരുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഇവിടെ വന്ന് നമ്മളോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഞാനിപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. നല്ല രീതിക്ക് റെസ്റ്റ് ഉണ്ട് കേട്ടോ. റോട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. നമ്മളെ കുറച്ചുകൂടി ചെറിയ ടൈപ്പ് പൂരി സബ്ജി, പൂരി അതിൻ്റെ കൂടെ സബ്ജിയാണ് കഴിക്കുന്നത്. അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. നല്ല വിശപ്പുണ്ട്, പെട്ടെന്ന് തന്നെ കഴിക്കാൻ നോക്കി. ഫുഡൊക്കെ കഴിച്ച് തന്നെ ഇറങ്ങിട്ടോ. അപ്പം എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. 2-3 വട്ടമൊക്കെ വാങ്ങി കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 2 പേരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു ബ്രെഡ് പാക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കയ്യിൽ സ്റ്റോർ ചെയ്യണം. കാരണം ഇപ്പോൾ നേപ്പാൾ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് എന്തായാലും 34 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഉച്ച ടൈം ആവും അവിടെ എത്തുമ്പോൾ. ഉച്ച കഴിയും ഏകദേശം എന്തായാലും അവിടെ എത്തുന്ന ടൈമിൽ. അപ്പോൾ ലഞ്ചിനുള്ള ഇതാണ് ബ്രെഡ് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത്. പിന്നെ ബട്ടർ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊന്നും ആവശ്യം ഉണ്ടാവില്ല, ബ്രെഡ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ബ്രെഡ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം കേട്ടോ. ഗൈസ്, എന്തായാലും നമ്മൾ ആളോട് ബ്രെഡ് കാര്യങ്ങളൊക്കെ വാങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ നേപ്പാൾ സൈഡിലോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അതായത് ഈ സ്ഥലത്തിനായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് ഞങ്ങൾ പിരിയാൻ നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും
Okay, we'll meet you soon. Thank you very much for everything, bro. Yeah. We'll meet you soon. And it's your destiny. And take care also. Yeah. And after coming in, and we'll go in Kerala, South India. Yeah. Bye, bro. Bye. See you. Yeah. നമ്മളെന്തായാലും ആളുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് എന്താ പറയുക എത്രത്തോളം നന്ദി പറഞ്ഞാലും പറ്റത്തില്ല ആളോട്. നന്ദി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ ഒരു ആളുടെ ഈ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിക്കും ഹോസ്പിറ്റാലിറ്റിക്കൊക്കെ. എന്താ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ആളുടെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നേരെ നേപ്പാളിലോട്ടാണ്. ബോർഡർ സൈഡിൽ പോയിട്ട് ആധാർ കാർഡ് മാത്രം വേണ്ടി വരുമല്ലോ എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്ത് വന്നിട്ടിപ്പോൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട്, അത് ക്രോസ് ചെയ്ത് അതിൻ്റെ പകുതിക്ക് വെച്ചാട്ടോ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ബോർഡർ വരുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെക്കിംഗ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് കിടക്കണ്ടോ. അപ്പോൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റ് ആട്ടോ. ഇതിലിപ്പോൾ ചെക്കിങ് ഏത് ഭാഗത്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും നോക്കി നോക്കണേ. ഇതിലിപ്പോൾ ചെക്ക് പോസ്റ്റ് എവിടെയെന്ന് അറിയത്തില്ല. മൊത്തം ഇപ്പോൾ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുന്ന വണ്ടികളാട്ടോ. അവർ വീഡിയോ എടുക്കരുത് കേട്ടോ പറഞ്ഞാൽ. എന്തായാലും ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ നേപ്പാൾ ബോർഡറിലോട്ട് കടന്നു കേട്ടോ. അതായത് അവിടെ ചെറിയ രീതിക്ക് ചെക്കിങ് ഉണ്ടായിരുന്നേ. ഇവിടെ ഒരു ബ്രിഡ്ജാട്ടോ നേപ്പാളിൻ്റെ ക്രോസിങ് വരുന്നത്, അതായത് ബോർഡർ ഭാഗം വരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ചെക്കിങ് ഉണ്ടായിരുന്നു. അവർ ആധാർ കാർഡും ജസ്റ്റ് ലൈസൻസും ചെക്ക് ചെയ്ത് ബാഗ് ജസ്റ്റ് സ്കാനിങ് മെഷീനിലൂടെ ഒന്ന് കടത്തി വിട്ട്. പിന്നെ 2 മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഓഫീസേഴ്സായിട്ട്. ഒരാൾ പാലക്കാട് ചിറ്റൂരുള്ള ആളും ഒരാൾ കേരളത്തിൽ എവിടെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞില്ല. കേരളത്തിലാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. എന്തായാലും 2 മലയാളികളെ കയറുമ്പോൾ തന്നെ ബോർഡറിൽ കാണാൻ പറ്റി. ഈ ഭാഗത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത്. ഞാൻ കയറി വരുന്ന ടൈമിൽ ആ ഭാഗങ്ങളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അവിടെ വീഡിയോ ഷൂട്ടിങ് അലൗഡല്ല, പ്രോഹിബിറ്റഡ് ഏരിയ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഞാൻ എന്തായാലും നേപ്പാളിൻ്റെ ബോർഡറിലോട്ട് കടന്നോട്ടെ. ഇന്ത്യ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും വരുന്ന വഴിക്ക് ഇങ്ങനെ ഓട്ടോ കുറേ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നേപ്പാളിലോട്ടാണ് കയറിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പേര് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇന്നത്തെ ലഞ്ച് കഴിക്കണം. ഇത്ര ലഞ്ച് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ 3 മണി കഴിഞ്ഞു, 3:30 ആവാനായി. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ദൂരം കൂടെ പോയിട്ട് എന്തായാലുമൊക്കെ ഫുഡ് കഴിക്കണം. ഇതാട്ടോ നേപ്പാളിൻ്റെ ബോർഡറിൻ്റെ ഭാഗം. അതായത് ആ പുഴേൻ്റെ ഇപ്പുറത്ത് പാടും അപ്പുറത്ത് പുഴയും കാണുന്നുണ്ടോ. അവിടെയാട്ടോ ആ ഒരു അതിർത്തിയായിട്ട്. ഞാൻ അവിടെ നടന്നു വരുന്ന ടൈമിൽ അവിടെയാണ് മാപ്പിൽ അതിർത്തി കാണിച്ചത്, ആ വര കാണിച്ചത്. അപ്പുറത്തോട്ട് ഇന്ത്യയും അപ്പുറത്തോട്ട് നേപ്പാളും ഗൈസ്. നമ്മളിപ്പോൾ നേപ്പാളിലാണ് ഗൈസ്. അയ്യോ, നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ബാഗിൽ ടെൻറ്റും കൂടി ആയപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ നമ്മുടെ നേപ്പാളിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നെറ്റ്വർക്ക് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതായത് നമ്മുടെ ഇന്ത്യയിലെ നെറ്റ്വർക്കൊന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. എവിടെ നിന്നൊക്കെ വൈഫൈ റെഡി ആക്കിയിട്ട് വേണം ഇനി വീഡിയോസ് എഡിറ്റ് ചെയ്യാനായാലും ആരിനെങ്കിലും കോൾ ചെയ്യാനായാലും എല്ലാത്തിനും ഇനി എവിടെ നിന്നൊക്കെ വൈഫൈ സംഘടിപ്പിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാമെന്ന് വേണ്ട നടന്നുകൊണ്ടിരിക്കണേ. ആ ഭാഗത്ത് എവിടെയൊക്കെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ നിന്ന് ഫുഡിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറിക്കേണ്ടി 2 ഭാഗത്ത് തന്നെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഔട്ടാക്കിയ. ഇപ്പം എന്താ എന്നെയെന്നല്ല, വരുന്ന എല്ലാ ആൾക്കാരെയും അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരെയും ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വിട്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ചെക്കിങ്, അതായത് നോർമലി 2 ചെക്കിങ് ഉണ്ട്. ആ ചെക്കിങ് കഴിഞ്ഞിട്ട് ഉള്ളിൽ പിന്നെയും 2 ചെക്കിങ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഏതെങ്കിലും ഗ്രാമങ്ങൾ നോക്കണം. എന്നിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറണം. അവിടെ എവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ചാപ്പ തുക്ലാഗട്ട് ഒരു സ്ഥലത്താട്ടോ. അപ്പോൾ ബോർഡർ കടന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളിലോട്ട് വന്ന് അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയറി. കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാനും കുടിക്കാനും വേണ്ടി കയറിയാണ്. അപ്പോൾ പരിചയപ്പെട്ട 2 പേര് കേട്ടോ. അപ്പം എന്നാ അസിക, ഓക്കെ. കഞ്ചൽ
ഇപ്പോൾ ഇവിടെ കയറിയപ്പോൾ രണ്ടുപേരും പരിചയപ്പെട്ടു കേട്ടോ. ഇത് ഹോട്ടൽ ആൻഡ് ബാർ. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ രണ്ടുപേരും പരിചയപ്പെട്ടു. ഇവരാണെങ്കിൽ വിട്ടാക്കൊന്നുമില്ല, ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക കേട്ടോ. കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഏജ് 20 എന്നാ പറയണത്. എനിക്ക് വിശ്വാസമില്ല കേട്ടോ. രണ്ടുപേരുടെ ഏജ് 20 എന്നാട്ടോ പറയണേ. പക്ഷേ എനിക്ക് വിശ്വാസമില്ല കേട്ടോ. ആ ഒരു 20 എന്നാട്ടോ പറയണേ. പക്ഷെ അതിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇനി കഞ്ചൻജംഗാവുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടത്തേക്ക് ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ എത്തുന്ന വിചാരിക്കുന്നത്. എന്താ കറക്റ്റ് അറിയത്തില്ല. എന്തായാലും പോയി നോക്കണം. ഇപ്പോൾ ട്രാവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഇനി കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണുണ്ടോ. ഏകദേശം നമ്മളെന്തോളം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചെറുതായിട്ട് ബ്രെഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി ട്രാവൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ബൈ ബൈ. സീ യു സൂൺ. ആ ബൈ. നല്ല ആൾക്കാർ കേട്ടോ. നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടോ. ഒരു ചായ വേണമെന്നൊക്കെ ചോദിച്ച്. ഞാൻ അധികം ഷുഗർ ഇപ്പോൾ ഈ ട്രാവൽ ടൈമിൽ കഴിക്കില്ല. കാരണം ഷുഗർ അധികം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുന്ന ടൈമിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കാലിനൊക്കെ നല്ല പെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഐസ്ക്രീം വേണോ ചോദിച്ചാൽ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നേരെ മുന്നോട്ട് തന്നെ പോകണം. ഇനിയിപ്പോൾ എത്ര കിലോമീറ്ററിൻ്റെ കറക്റ്റ് അറിയത്തില്ല. ഇവിടുന്ന് വൈഫൈ ഒന്നും കിട്ടാത്തത് കൊണ്ട് എവിടെ നിന്നെങ്കിലും വൈഫൈ സംഘടിപ്പിച്ചിട്ട് വേണം എത്ര കിലോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇപ്പോൾ നേപ്പാളിൽ കുറച്ചും കൂടി മുന്നോട്ട് വന്നു കേട്ടോ. ഏകദേശം അവിടെ നിന്നൊരു 20-something കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. വാട്ട്സ് നെയിം ഓഫ് ദിസ് ജഗ? ചാർലി നാട്ടോ ഇവിടുത്തെ സ്ഥലത്തേക്ക്. इसलिए केरला आदमी बोलेगा चार्ली स्मोकी. हमको यहाँ पे लिफ्ट जाना आ रहा है. रोशन അയാളുടെ പേര് റോഷൻ നാട്ടോ. ആളൊക്കെ നമ്മൾ ലിഫ്റ്റ് ആണ്. അതൊക്കെ നമുക്ക് ഫുഡ് വാങ്ങി തരാൻ വേണ്ടി കൊണ്ടുവന്നാട്ടോ ഇവിടുത്തെ ഹോട്ടലിലോട്ട്. ഇവിടുത്തെ സ്പെഷ്യലി സമൂസയും അതുപോലെ ചായ. ഇപ്പോൾ ഇവിടുന്ന് കഞ്ചൻജംഗാവുള്ളൊരു ഫോറസ്റ്റ് ഉണ്ട് നമ്മുടെ സിക്കിമിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ ആ ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ പോകാൻ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും പക്ഷേ ഇവിടെ ക്യാമറ ഭയങ്കര പ്രോബ്ലം വരുന്നുണ്ട്. ലൈറ്റിൻ്റെ ഇന്നാലത്തെ ലൈറ്റിൻ്റെ ഫുള്ള് പ്രോബ്ലം കാരണം ഫുള്ള് മങ്ങിയിട്ടാണ് വരുന്നത്. എന്നാലും ഇവിടെ തന്നെ കുറച്ച് നേരം കൂടി മുന്നോട്ട് പോകണം. ആളിവിടെ നിന്ന് ഇനി വേറെ റൂട്ടാണ് പോകുന്നത്. എനിക്കിനി ഏകദേശം 2 ദിവസം ട്രാവൽ ഉണ്ടാകുന്ന ആൾ പറഞ്ഞത്. അപ്പോൾ എന്താ അവസ്ഥ അറിയത്തില്ല. എന്തായാലും നോക്കി നോക്കണം. നമ്മളവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതായത് സമൂസയും ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി കേട്ടോ. അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾ നമുക്ക് ഇഷ്ടം കണ്ടോ. അതായത് ഒരു വാട്ടർ ബോട്ടിലും കുറച്ച് ബിസ്ക്കറ്റും ഹാഫ് ബേൺഡ് നൂഡിൽസ്, ഹാഫ് കുക്കുഡ് നൂഡിൽസ് കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നല്ല രീതിക്ക് അത് ഉപകാരപ്പെട്ട് ആളെന്തായാലും നാളെ പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഞാൻ സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ആൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. നാളെ ഇവിടുത്തെ ന്യൂ ഇയർ ആണ് ഗൈസ്. നാളെ നേപ്പാളീസിൻ്റെ ന്യൂ ഇയർ ആണ്, നേപ്പാൾ ന്യൂ ഇയർ ആണ്. എന്തായാലും ഞാൻ വന്ന സമയം നല്ല സമയമായിരുന്നു. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷങ്ങൾ കൂടി കാണാൻ പറ്റും നമ്മൾക്ക്. എന്തായാലും ഇവിടുത്തെ ന്യൂ ഇയർ കാണാൻ പറ്റും എന്നതിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും അവസ്ഥ അറിയത്തില്ല. ഇവിടുത്തെ ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കുന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ആളെന്നെ കൊണ്ട് ജസ്റ്റ് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് ഇരുന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞു. യെസ്, ഇപ്പോൾ ഇതാ വന്ന് പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് ഇനിയിപ്പോൾ ഇതാ ഒരു കുപ്പി വെള്ളം കിട്ടുമോ നോക്കണം. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടി കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൂടി കഴിച്ച് പിന്നെ ടെൻ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് മെല്ലെ ഇവിടുന്ന് പോകണം. നല്ല വഴിപാട്ടത് കണ്ടോ. നമ്മളെ ടെൻ്റ് തുറന്ന നേരെ ഫ്രണ്ടിൽ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. കാണുന്നുണ്ടോ? അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് രാവിലെ എടുക്കാൻ നല്ല വൈബായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഒരു കടയുണ്ട്. ഇവിടെ നിന്നാട്ടെ ഞാൻ ഫ്രഷായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ. പക്ഷേ ഇതിലത്തെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അതിൽ ചെറിയ മണ്ണിൻ്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ എന്നാൽ അവർ പറയുകയും ചെയ്ത് ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു കേട്ടോ. നമ്മളിന്നലെ വന്നപ്പോൾ അതായത് കടയിലത്തെ ആളുകൾ ഭയങ്കര സപ്പോർട്ടിങ് ആയതോട്ടെ നമുക്ക്. ഇപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞാൽ അതിന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും പോയിട്ട് കുറച്ച് വെള്ളം പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവിടുത്തെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കണം. കുറച്ച് വെള്ളം കിട്ടുമോ ചോദിച്ചു നോക്കണം. കിട്ടുമോ നോക്കി നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരമായി. വർഷാവലും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അപ്പോൾ മോർണിംഗത്തെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ബിസ്ക്കറ്റും
വെള്ളവും വേണ്ടോ സൂര്യനെ നോക്കി, അതായത് സൂര്യോദയം കണ്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എന്തായാലും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ടെൻ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് നടന്ന് നിങ്ങൾക്ക് ഫ്രഷ് ആവും നോക്കാം. നമ്മുടെ തൊട്ടടുത്ത് അരുവി ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു അരുവി ഒഴുകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ഫ്രഷ് ആവാൻ നോക്കണം. അതൊക്കെ അതിന് ടെൻ്റൊക്കെ ഒന്ന് മടക്കി ബാഗ് തട്ടിക്കൂട്ടി ബാഗിൽ കയറ്റണം. എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് മൂവിങ് ആവണം ഗൈസ്. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഇത് കഴിക്കട്ടെ. ഗൈസ് ഞാൻ പോയി ഒരു കടലിന് മുന്നിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു കുറച്ച് ആൾക്കാരെ ഒരു ഫാമിലിനെ പരിചയപ്പെട്ടത്. आपका नाम बोलो. मेरा नाम है ईसा श्रेष्ठा. हाँ ईसा श्रेष्ठा. ईसा श्रेष्ठा. हाँ ओके. आपका नाम? इंदु श्रेष्ठा. इंदु श्रेष्ठा. और श्रेष्ठा जी फैमिली है. इंदु अजय. ऐसे ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. എവിടെ നിന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, നേപ്പാൾ എങ്ങനെയുണ്ട്. പിന്നെ ഇന്ന് ഇവിടുത്തെ നേപ്പാളിലെ ന്യൂ ഇയർ ആട്ടോ. അപ്പോൾ അത് ഒരു എന്താ പറയുക, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പോൾ വന്നിട്ട് ഞാൻ അറിഞ്ഞത്. ഇപ്പം തന്നെ ഇന്നത്തെ ഇവിടുത്തെ ന്യൂ ഇയറും കൂടി കവർ ചെയ്യാനുള്ള മൈൻഡിലാട്ടോ അവിടെ നിൽക്കുന്നത്. അത് കുറേ നേരമായിട്ട് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് വല്ല കുറച്ച് നേരം കഴിഞ്ഞ് സ്കൂട്ടാവാൻ നോക്കണം കേട്ടോ. കേരള ആത്മീയ ഹായ് പോലോ. ഭയങ്കര വൈബാട്ടോ ഇവരോട് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി. ഞാൻ അവരോട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂഡിൽസ് അവരുടെ കടയിൽ കുക്ക് ചെയ്തോട്ടെ ചോദിച്ച് അവർ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും എന്താ നൂഡിൽസ് കാര്യങ്ങളൊക്കെ അവരുടെ കടയിൽ നിന്ന് കുക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ എന്തായാലും 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കുള്ളതും കുറച്ച് കുക്ക് ചെയ്യുക, കുറച്ച് അവർക്കും കുക്ക് ചെയ്യുക. അവരും കുറച്ച് കഴിച്ചോട്ടെ, അവർക്കും കുറച്ച് കൊടുക്കുക. ഇപ്പം എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നോക്കണം കേട്ടോ. നേരത്തെ കണ്ട കുട്ടികൾ ഹലോ कुकिंग फूड बनाएगा, खाना का बनाएगा क्या? ओ आओ. हाँ ओके. हाँ मंदिर. हो अब आओ. फूड गएगा. हाँ हाँ ओके. हाँ ओके. അപ്പോൾ നേരത്തെ കണ്ട കുട്ടികൾ ഭയങ്കര വൈബാട്ടോ. എന്നാലും ആ കുട്ടീനെയും കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. കഴിയില്ലെങ്കിൽ ഒരു പാക്കറ്റ് കൂടെ എടുത്തിട്ട് കുക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ എന്തായാലും ഫുഡ് കാര്യങ്ങൾ കുക്ക് ചെയ്തോട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാട്ടോ കുക്ക് ചെയ്യാൻ പോണേ. ഇതിൻ്റെ കടയിൽ ഫുഡ് കുക്ക് ചെയ്തോട്ടെ ചോദിച്ച്. അപ്പോൾ അതിൽ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കുക്ക് ചെയ്തിട്ട് കാണാം. കുറേ കാലത്തിന് ശേഷം കേട്ടോ കുക്ക് ചെയ്ത് കഴിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയാനാ, നല്ല വിശപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷം നൂഡിൽസ് കുക്ക് ചെയ്തത് ആളുടെ കടയാട്ടത്. അപ്പോൾ അത് നോക്കാൻ ആളുടെ കടയിൽ നിന്നാട്ടോ ഞാൻ കുക്ക് ചെയ്ത ആളെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ തന്നു. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. നൂഡിൽസ് ഇത് കുറച്ച് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടോ, എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവരും കൂടി കഴിക്കാൻ വിചാരിച്ചത്. എല്ലാവരും കുറച്ചെടുത്ത് അത് മതി ഇത് മറ്റും കുറച്ചെടുത്ത്. എന്തായാലും നല്ല അഭിപ്രായമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടോ. ഭയങ്കര സന്തോഷമുണ്ടായി പറഞ്ഞതിൽ. നമ്മളിപ്പോൾ ബാഗ് കാര്യങ്ങളൊക്കെ ऐसा गाड़ी में लिफ्ट करेगा. दूसरा गाड़ी आएगा तो लिफ्ट करेगा. ऐसा फिर हमारे बैग കാര്യങ്ങളൊക്കെ पैदल नहीं चाहिए. थोड़ा पैदल करेगा, थोड़ा लिफ्ट करेगा. ऐसे छोटा गाड़ी हमको पैसा नहीं है, ऐसा गाड़ी में पैसा नहीं है. ज्यादा पैसा नहीं. ऐसा ट्रक में जाएगा तो നമ്മളുടെ ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് പോകാൻ നിൽക്കും. ഇവിടുന്ന് ഇലാം കന്യാമറ്റുള്ള സ്ഥലത്തോട്ടാണ് പോകാൻ നിൽക്കുന്നത്. ആളെ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ തന്ന് നല്ല രീതിക്ക് ആളെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ്.
അല്ലെങ്കിൽ ഇതിലേക്ക് സന്തോഷത്തോടെ വന്ന് വിട്ടാക്കാണ്. आपका नाम? मेरा नाम मिस्टर धीमाल है. मिस्टर धिमाल. धीमाल. धिमाल. धीमाल. हाँ धिमाल. Yeah. ആളുടെ പേര് ധിമാൽ എന്നാട്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് बता दीजिए इलाम रोड पहाड़ी. ഇലാം റോഡ് പഹാടി. हाँ इलाम ഇലാം ഇലാം इलाम जाएगा पहाड़ी. പഹാടി. അപ്പോൾ ഈ സൈഡിലോട്ടാണ് നമുക്ക് പോകുന്നത്. നമുക്ക് ഇലാം जाएगा इधर. ഇലാം പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ കന്യാകുള്ള സ്ഥലത്തോട്ട് ഇലാം കന്യാകുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.